ഞാനിതാ ഇവിടെ കശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഹിമാചൽ ബസ്സുള്ളത്. അപ്പം അങ്ങോട്ട് പോയോണ്ടിരിക്കുക. മണിക്കാണ് ബസ്. ഞാനത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വരിക. ജസ്റ്റ് കശ്മീരി ഗേറ്റ് എന്നാണ് ബസ് സ്റ്റാൻഡിൽ വരുന്നത്. അപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ കയറിയൊക്കെയാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി, ഹിമാചലിൻ്റെ വണ്ടിയിൽ കയറി. ഞാൻ ഇന്നലെ ബസ്സിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വേറെ നോർമൽ ബസ്സാണ്. ഏകദേശം 890 റേഞ്ച് വന്നിട്ടുണ്ട്. അത് 2 മണിക്ക് എടുക്കും. ഇവിടെ രാജസ്ഥാൻ, പഞ്ചാബ് ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുണ്ട് കേട്ടോ. ഉത്തരാഖണ്ഡ്, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന ബസ് പോകുന്നുണ്ട്. ബസ് സ്റ്റേഷൻ്റെ പേര് CSGT കശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡ് കേട്ടോ, ഡൽഹി. ബസ് എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഇവിടെ കഴിക്കാൻ നിർത്തിക്കാം, ചായ കുടിക്കുന്നവർ കുടിക്കാം. അതാണ് നമ്മുടെ ബസ്. അവിടെ ചായ കുടിക്കുന്നുണ്ട്. भाई चाय है, चाय चाय एक चाय दो. ചായക്ക് 20 രൂപ ഉണ്ടോ? ഏതാ സ്ഥലമാണോ? ഒറ്റ പ്രശ്നമുള്ളൂ, ഇവിടുത്തെ ചായയിൽ ഉടുക്കത്തെ മധുരം, പായസം കുടിക്കണ പോലെ. എല്ലാവരും ഉണ്ടാക്കി വെക്കണാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനുള്ളത് ഇപ്പോൾ മണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ടൈം ഏകദേശം 1 മണി ആയിരിക്കണം. ജസ്റ്റ് അവരൊന്ന് റെസ്റ്റിന് വേണ്ടി നിർത്തി, ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചായ കുടിക്കാം. ഏകദേശം മണാലിയിലേക്ക് ഇനി എനിക്ക് തോന്നുന്നു 2 മണിക്കൂറെങ്കിലും ഉണ്ടാവും. 110 കിലോമീറ്റർ ഉണ്ട് മൊത്തം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞാനിന്നലെ മണാലി എത്തിയിട്ട് ഇവിടെയാണ് കിടന്നത്. ജസ്റ്റ് സ്ലീപ്പിംഗ് കഴിച്ചു. അങ്ങനെ ഒരുപാട് ആൾക്കാർ കിടക്കുന്നു. ജസ്റ്റ് ടീ ഷോപ്പാണ്. അപ്പോൾ ഞാനിതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കുക.
ഹോസ്റ്റൽ റൂമുണ്ട് ഈ സൈഡിൽ. അപ്പോൾ ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒരു ബെഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നടക്കാൻ വയ്യ തരോ. ഞാനിവിടുന്ന് റെസ്റ്റ് എടുക്കട്ടെ. അതുകൊണ്ടോ അവിടെ അതേപോലെ ധാരാളം നായ്ക്കളുണ്ട്. ഇവർ ചിലർ നമ്മുടെ കൂടെ വരും കേട്ടോ. കുറച്ച് കയറ്റം കുറഞ്ഞിട്ട് ഏകദേശം 1 കിലോമീറ്ററായി നടക്കാൻ തുടങ്ങിയിട്ട്.